യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിലേക്ക് സ്വാഗതം. ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ദൈവസന്നിധിയിൽ കടന്നു വരുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. ഇന്നത്തെ നമ്മുടെ ദൈവവചന ചിന്തയ്ക്കായി യോഹന്നന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം വായിക്കുന്നു. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കനാവിൽ വെച്ച് ചെയ്തു. തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. അവൻ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. സാധാരണയായിട്ട് യോഹന്നന്റെ സുവിശേഷം 2-ാം അധ്യായം നാം വായിക്കുമ്പോൾ അതിൻ്റെ 1-ാമത്തെ ഭാഗം മുതലാണ് നമ്മൾ വായിക്കുന്നത്. കാരണം കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ തുടക്കത്തിൽ യേശു ചെയ്ത വളരെ ശ്രദ്ധേയമായ ഒരു അത്ഭുതമാണ് കനായിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയത്. ഞാൻ ആ ഭാഗങ്ങളെല്ലാം തന്നെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ വേദഭാഗം ഞാൻ എടുത്തതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം, യേശു കനായിലെ കല്യാണത്തിന് അവരുടെ വീഞ്ഞു പോരാതെ വന്ന ആ വളരെ നാണം കെട്ടതും അതേപോലെ തന്നെ വളരെയധികം പ്രയാസമുണ്ടാക്കുന്നതുമായ ആ സാഹചര്യത്തിൽ യേശു ചെയ്തത് എന്താണ് എന്നുള്ള കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ നേരിടാറുണ്ട്. ഞാൻ ചിന്തിക്കുന്നില്ല അവരുടേതായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു അവസ്ഥ ആ ഭവനത്തിൽ വന്നതെന്ന്. അവരുടെ പ്രതീക്ഷകൾക്ക് അപ്പുറമായി അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കാത്ത കാര്യത്താൽ ഈ ഒരു കാര്യം സംഭവിക്കാനിടയായി തീർന്നു. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഇങ്ങനെയല്ലേ സംഭവിക്കുന്നത്? എന്നാൽ ആ വിഷയത്തിൽ ദൈവം എങ്ങനെയാണ് ഇടപെട്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അവർ ആഗ്രഹിച്ച സമയത്തല്ല യേശു പ്രവർത്തിക്കുന്നത്. യേശുവിൻ്റെ അമ്മയായ മറിയ യേശുവിൻ്റെ അടുക്കിലേക്ക് ചെന്ന് പറയുകയാണ്, വീഞ്ഞു തീർന്നുപോയി, എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ചെല്ലുന്നത്. പക്ഷേ യേശുവിൻ്റെ മറുപടി വളരെ വിചിത്രമായ ഒരു കാര്യമാണ്. എൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ എങ്കിലും ഞാൻ വിശ്വസിക്കുന്നു യേശുവിനെ അറിയാവുന്ന മറിയ വളരെ പ്രതീക്ഷയോടുകൂടെ ആയിരിക്കുന്നു. അവിടെയുള്ള സകല ആളുകൾക്കും പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയപ്പോൾ യേശുവിനെ അറിയാവുന്ന ഒരാൾക്ക് മാത്രം പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ല. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, യേശുവിനെ നിങ്ങൾക്ക് യഥാർത്ഥമായും അറിയുവാൻ സാധിക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയാണെങ്കിൽ പോലും പ്രതീക്ഷ ഒരിക്കലും കൈവിടുകയില്ല. കാരണം അവൻ നിങ്ങൾക്കായി പ്രവർത്തിക്കുമെന്ന് നമുക്ക് ഉറപ്പോടെ വിശ്വസിക്കാൻ സാധിക്കും. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ദൂതും അതുതന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി സംഭവിച്ച കാര്യങ്ങളുടെ നടുവിൽ നിങ്ങൾ നടുങ്ങിയിരിക്കുമ്പോൾ, പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ, ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെടുമ്പോൾ കർത്താവ് നമുക്ക് തരുന്ന ഒരു സന്ദേശം ഈ യോഹന്നന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലുണ്ട്. മഹത്വം വെളിപ്പെടുത്തുന്നവനായ ഒരു യേശു. നീ യേശുവിനെ അനുഭവിക്കുന്നെങ്കിൽ, യേശുവിനെ വിശ്വസിക്കുന്നെങ്കിൽ, അവനെ നിന്റെ കാര്യങ്ങൾ ഭരമേൽപ്പിച്ചാൽ, മറിയ യേശുവിനെ ഈ കാര്യം ഭരമേൽപ്പിച്ചതുപോലെ ഭരമേൽപ്പിച്ചാൽ തക്ക സമയത്ത് അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനായ കർത്താവ. ഈ 11-ാം വാക്യം ഞാൻ ഒന്നുകൂടെ വായിക്കുകയാണ്. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി. എന്തിനാണ് അടയാളങ്ങൾ? അടയാളം പലപ്പോഴും ഒരു സൂചനയാണ്. യോഹന്നൻ മാത്രമാണ് അടയാളങ്ങൾ എന്ന് പറയുന്നത്. മറ്റ് സുവിശേഷകന്മാർ പറയുന്നത് അത്ഭുതങ്ങളെന്ന്. എന്നാൽ ഈ യോഹന്നാൻ ഉപയോഗിക്കുന്ന ഈ വാക്ക് വളരെ ശ്രദ്ധേയമാണ്. അടയാളം എന്ന് പറഞ്ഞാൽ യേശുവിനെക്കുറിച്ചുള്ള ഒരു അടയാളമാണ് ഈ കനായിലെ അത്ഭുതമെന്ന് പറയുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ യേശു വലിയവ ചെയ്യുവാൻ ഇടയായിത്തീരും. അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. അതിൻ്റെ ഫലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന വൻകാര്യങ്ങൾ അവനിലുള്ള വിശ്വാസത്തിൻ്റെ വർധനവിന് കാരണമായി തീരും. അതെ, ഇന്ന് ഈ ദിവസം നമുക്ക് കർത്താവ് യേശുക്രിസ്തുവിൽ പ്രത്യാശ വെച്ച് അവനിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുക. നിങ്ങളുടെ അപ്രതീക്ഷിതമായ ജീവിത സംഭവങ്ങളുടെ നടുവിൽ അവൻ്റെ അത്ഭുതം നിങ്ങൾക്ക് വേണ്ടി യേശു വെളിപ്പെടുത്തും. ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയപിതാവേ, ഈ നല്ല വചനത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിലെ അപ്രതീക്ഷിതമായ സാഹചര്യങ്ങൾ, ഞങ്ങൾ ഒരിക്കലും കണക്ക് കൂട്ടാത്ത അവസ്ഥകൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ യേശുവിനെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ നിന്റെ മഹത്വം നീ വെളിപ്പെടുത്തുന്നു എന്ന് ഞങ്ങൾക്ക് തന്ന ഈ ഉറപ്പിനായി സ്തോത്രം. ഈ വചനത്താൽ ഞങ്ങൾ ഏവരെയും അനുഗ്രഹിക്കണം, സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു.